നിഷ ബിസ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് കണ്ട ഉടനെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറയാം. ഞങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടൊരു കേക്കിൻ്റെ കഥയാണിത്. അതിന് വേണ്ട സാധനങ്ങളാണ് നിങ്ങളിവിടെ കാണുന്നതൊക്കെ. അപ്പോൾ റെസിപ്പി ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലിടാം. ഏത് വീഡിയോ നോക്കിയിട്ടാണോ ചെയ്തത് അതും വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ ആദ്യം തന്നെ വെള്ളം ചൂടാക്കിയെടുത്തു. എന്നിട്ട് അതിലേക്ക് ഓരോരോ സാധനങ്ങളായിട്ട് നമ്മളെല്ലാം അടുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓരോന്നോരോന്ന് ആഡ് ചെയ്യുകയാണ് ചെയ്തത്. സംഗതി അതിൽ കാണിച്ചിരുന്നത് ശരിയായിരുന്നെങ്കിലും നമ്മൾ ആഡ് ചെയ്ത് തന്നപ്പോൾ ശരിയല്ല. ഇത് കാപ്പിപ്പൊടിയായിരുന്നു. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് കൊക്കോ പൗഡറാണ്. അപ്പോൾ കാപ്പിപ്പൊടി നേരത്തെ ഉണ്ടായിരുന്നു. കൊക്കോ പൗഡർ ഈ ആവശ്യത്തിന് വേണ്ടി വാങ്ങി എന്നിട്ടത് ഇളക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഈ സംരംഭത്തിലേക്ക് വേണ്ടി പരിശ്രമിച്ചത് ഞാനും എൻ്റെ ഹസ്ബൻഡ് തങ്കുൻ്റെ പപ്പയും കൂടിയിട്ടാണ്. അപ്പോൾ ആൾക്ക് ഈ വീഡിയോ മുഖേന വീണ്ടും ഒരു താങ്ക് യു പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ആളിതിനു വേണ്ടി കുറേ കഷ്ടപ്പെട്ടു. പിന്നെ പഞ്ചസാര. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ മനസ്സിലാക്കിയ കാര്യം, അളവ് പറഞ്ഞിരിക്കുന്നതെല്ലാം ഒരേ പാത്രം ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ തൈര് ഇട്ടു. ഇനി ഇടാൻ പോകുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ എന്നിട്ട് പിന്നെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, മൈദ തുടങ്ങിയ സാധനങ്ങളാണ് അടുത്ത റൗണ്ടിൽ ഇതിലേക്ക് ചേർത്തത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഞങ്ങൾക്ക് ചെറിയ അബദ്ധം പറ്റി. ഇത് സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ് എന്നുള്ള രീതിക്കാണ് ഞാനിത് പരിശ്രമിച്ചത്. നമുക്ക് വീട്ടിലുണ്ടാക്കി നോക്കാൻ അവനൊന്നുമില്ല, മൈക്രോവേവ് ഒന്നും ഇല്ല. അപ്പോൾ അത് കൊണ്ട് അങ്ങനെ ശ്രമിച്ചു എന്നുണ്ടെങ്കിൽ പോലും അത് മുഴുവനായിട്ട് അങ്ങോട്ട് സക്സസ് ആയില്ല. അതിനെന്താ കാര്യം എന്നുള്ളത് ഞാൻ പറയാം. അതാദ്യം ഇവിടെ മറ്റേ മൈദയൊക്കെ ഇടുന്നതിൻ്റെ ഒരു ക്ലിപ്പും കൂടിയാണ്. അപ്പോൾ അത് നമ്മൾക്ക് എന്താ പറയുക, കേക്ക് പുറത്തുനിന്ന് നമ്മൾ ഉണ്ടാക്കി ഇതാകുമ്പോഴേ എല്ലാ സമയത്തും നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ വരണമെന്നില്ല. പിന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യം നമുക്കറിയില്ല. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ബർത്ത്ഡേസിനായിട്ട് തങ്കുൻ്റെ മുമ്പുള്ള വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം, ഹോം ബേക്കറുടെ അടുത്തു നിന്നാണ് കേക്ക് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീട്ടിൽ തന്നെ. അപ്പോൾ ഇത് നമ്മൾ ഓയിൽ വെച്ച് ഗ്രീസ് ചെയ്തു പാത്രം. എന്നിട്ട് അതിലൊരു ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പേപ്പർ ഉണ്ടല്ലോ, അത് സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ടു. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഇപ്പം നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിശ്രിതം ഇടുകയാണ് ചെയ്തത്. പിന്നെ ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മളൊരു കേക്കിലേക്ക് പോകുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊരു ധാരണയില്ലെങ്കിൽ ഏകദേശം സിമ്പിളായിട്ടുള്ള കേക്കിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. അതിന് എന്തോരം സമയം എടുക്കുന്നുണ്ട്, യഥാർത്ഥത്തിൽ കേക്ക് ഉണ്ടാക്കുന്നവരെ എഫേർട്ട് എത്രയാണ്. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ അതിൽ കാണുമ്പോൾ നമുക്കിതൊന്നും അറിയില്ലല്ലോ. അപ്പം നമ്മൾ സിമ്പിളായിട്ട് മറ്റേ ചായയൊക്കെ വെക്കുന്ന പാത്രം, അതിലേക്കാണ് ഈ സാധനം ഒഴിച്ചത്. എന്നിട്ട് അത് കല്ലിൻ്റെ മുകളിൽ കയറ്റി വെച്ചു. ഇത് ഇപ്പോൾ ചേട്ടൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് കൂടിയതായതുകൊണ്ട്, മിശ്രിതം കൂടിയപ്പോൾ പുറത്തേക്ക് വരാൻ തുടങ്ങിയപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്ത് നമ്മൾ മറ്റേ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുന്ന സാധനത്തിൽ ഒഴിച്ച് നോക്കി. പക്ഷെ അതും ചീറ്റിപ്പോയി കേട്ടോ. എന്നുവെച്ചാൽ അതും വല്ലാണ്ട് കരിഞ്ഞു പോയി. ഭയങ്കര ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. അത് തന്നെയാണ് നമ്മളെ കേക്കിനും യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അവർ പറഞ്ഞത്ര സമയം വെച്ചിട്ട് അത് ശരിയായ രീതിയിലാവാത്തതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി കൂടുതൽ സമയം വെച്ചു. പക്ഷെ അപ്പോൾ ആ അടിയിലത്തെ പേപ്പറും ചുറ്റുമുള്ള സാധനവും എല്ലാം അൺഫോർച്ചുനേറ്റ്ലി കരിഞ്ഞു പോയി. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ പിറ്റേ ദിവസം അതിൻ്റെ സൈഡിലുള്ളതും മുകളിലുള്ളതും ഒക്കെ ആയിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കി കാണിക്കണതാണ് ഈ കാണുന്നത്. കുറേ വേസ്റ്റായി. പിന്നെ ഇതിനൊന്ന് രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചോക്ലേറ്റ് ഉരുക്കി വയ്ക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിലും നമുക്ക് അബദ്ധം പറ്റി. അപ്പോൾ സ്വാദുണ്ടായിരുന്നു കേട്ടോ, സത്യം പറയാലോ. നമ്മൾ ആർക്കാണ് കഴിക്കാൻ കൊടുത്ത അവരും നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് പറഞ്ഞത്. പക്ഷെ കുറേ സാധനം വേസ്റ്റായി. നിങ്ങളാരെങ്കിലും ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് വീഡിയോ if you like it.